അപ്പച്ച കാപ്പി. ആഹാ, മോളാണോ കാപ്പി കൊണ്ടുവരുന്നത്? ഇവിടെ വേറെ ആരുമില്ലേ? അതിനെന്താ അപ്പച്ച, ഞാൻ കാപ്പി കൊണ്ടുവന്നാ കുടിക്കാൻ കൊള്ളൂലേ? ഏയ് അതല്ല മോളെ, ഇത്ര ആളുകൾ ഇവിടെ ഉണ്ടായിട്ട് മോളെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കാന്ന് വെച്ചാ മോശല്ലേ? ഒരു മോശമില്ല. എന്നാലും അപ്പച്ച ഒത്തിരി കാപ്പി കുടിക്കുന്നുണ്ട്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാ കടയിൽ പോകുന്നതിന് മുമ്പ് എനിക്കൊരു 3 കാപ്പിയെങ്കിലും കുടിക്കണം. അതൊരു ശീലായി പോയി. കാപ്പിയേക്കാളും നല്ലത് ചായയാ. അയ്യോ അപ്പച്ച നരച്ചല്ലോ. ആര് മരിച്ചു? മരിച്ചെന്നല്ല, മുടി നരച്ചെന്ന്. വയസ്സായില്ലേ, അപ്പൊ പിന്നെ നരക്കില്ലേ? അപ്പച്ചൻ എന്താ ഡൈ ചെയ്തൂടെ? ഓ, ഇനി മുടിയൊക്കെ കറുപ്പിച്ച് ചെറുപ്പക്കാരനായിട്ട് എന്ത് കാര്യം? അതുമല്ല, ഇതൊക്കെ തേച്ച് പിടിപ്പിക്കാൻ വലിയ പാടാ. അതൊക്കെ അപ്പച്ചന് തോന്നുന്നതാ. ഇതൊക്കെ എല്ലാരും ചെയ്യുന്നതല്ലേ. ഈ നരച്ച മുടിയൊക്കെ ഒന്ന് കറുപ്പിച്ചാൽ തന്നെ മുഖത്തിനൊരു പ്രത്യേക ഐശ്വര്യം വരും. ഞാൻ ഇതുവരെ ഡൈ ഒന്നും ഉപയോഗിച്ചിട്ടില്ലെന്നേ. അതിനെന്താ, ഒരു പ്രാവശ്യം ഉപയോഗിച്ച് നോക്ക്. ഞാൻ അന്നക്കുട്ടിയെ കൊണ്ട് മേടിപ്പിക്കാം. അത് വേണോ മോളെ? യോ വേണം. വരുന്നത് വരട്ടെ. വീണ ചേച്ചി പറഞ്ഞത് വളരെ ശരിയാ. ഈ വീടിന്റെ എല്ലാ ഐശ്വര്യത്തിനും കാരണം അമ്മച്ചിയാ. അങ്ങനെയൊന്നും ഇല്ല മോളെ, എല്ലാം കർത്താവിന്റെ അനുഗ്രഹമാ. ചിലപ്പോ എനിക്ക് അമ്മച്ചിയെ കാണുമ്പോ ഭയങ്കര അസൂയ തോന്നും. അതെന്തിനാ? അല്ല, ഈ പ്രായത്തിൽ അമ്മച്ചിക്ക് ഇത്രയും സൗന്ദര്യമാണെങ്കിൽ ചെറുപ്പത്തിൽ എന്നാ സൗന്ദര്യമായിരുന്നിരിക്കും. ഒന്ന് പോവട്ടെ. എന്റെ പൊന്നമ്മച്ചി, ഞാൻ പുകഴ്ത്തുമല്ല. എനിക്ക് തോന്നുന്ന കാര്യം ആരാന്ന് വെച്ചാല് ഞാൻ മുഖത്ത് നോക്കി പറയും. വേണേ ചേച്ചിയോട് ചോദിച്ചു നോക്കിയേ. ഇല്ലേ അന്നക്കുട്ടിയെ? എടി അന്നക്കുട്ടിയെ. അമ്മച്ചി അന്നക്കുട്ടി വിളിക്കണ്ട. അപ്പച്ചനെ ഏതാണ്ട് മേടിക്കാൻ പോയി തോന്നുന്നു. അപ്പച്ചന് മേടിക്കാനോ? എന്തിനാ അമ്മച്ചി തിരക്കുന്നേ? അല്ല, തേങ്ങ എടുത്തൊന്ന് തരുമായിരുന്നു. അടുക്കളയിൽ എന്തോരം പണി കിടക്കുന്നു. നേരെ ഉച്ചയായി. മോളെ ആ ഫോണൊന്ന് നോക്ക്. ഈ അന്നക്കുട്ടി ആളെങ്ങനെയാ അമ്മച്ചി? അയ്യോ പാവം പെണ്ണ, ഇച്ചിരി ബഹളക്കാരിയാണെന്നേ ഉള്ളൂ. എന്നാ ചോദിച്ചേ? അല്ല അതൊക്കെ ശരിയാ, എന്നാൽ ഒരാളും തരൊക്കെ ഇല്ലയോ? അല്ല, അപ്പച്ചനാണേലും പെണ്ണിന്റെ ചിലപ്പോഴത്തെ മട്ടും ഭാവമൊക്കെ കണ്ട എനിക്ക് വെറുതെ തോന്നുന്നായിരിക്കും. ഇതാ കുഞ്ഞെ. അന്നക്കുട്ടി, അന്നക്കുട്ടി എപ്പോഴും ഈ ചാട്ടയും കൊണ്ടുവേണം കൊടുക്കാറ്? ഇത് ചെറുപ്പത്തിലെ ഇട്ട് ശീലിച്ചതാ. ഇങ്ങോട്ട് വന്നേ. എന്നാത്തിനാ ഇനി വന്നേ, കാര്യം പറയട്ടെ. ആരെങ്കിലും ഇവിടെ ഇരിക്കേ. ഇതെന്തോ ഇവിടെ ഇരിക്കാൻ? അന്നക്കുട്ടി ഇത്ര ചെറുപ്പമല്ലേ, കാണാൻ എന്തൊരു ഗ്ലാമറാ. ഒരു പാവാടയും ബ്ലൗസും ഒക്കെ ഇട്ടിങ്ങി വന്നാ അന്നക്കുട്ടിയെ കാണാൻ വളരെ ഭംഗിയായിരിക്കും. അയ്യോ അതൊക്കെ ഇടണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ തയ്പ്പിച്ചിട്ടില്ല. അതിനെന്താ, ഞാൻ ഒരെണ്ണം തരാല്ലോ. അയ്യോ വേണ്ട കുഞ്ഞെ. അയ്യോ കുഞ്ഞു വേണ്ടമാരി, എനിക്ക് ദേഷ്യം വരുവേ. ദാ ഇങ്ങോട്ട് നോക്ക്. നോക്കാൻ. അയ്യോ അയ്യോ എനിക്ക് നോക്കണ്ട. നോക്ക് അന്നക്കുട്ടി, എനിക്ക് ദേഷ്യം വരും കേട്ടോ. ഒന്ന് നോക്കിയേ. അയ്യോ ഇത്രയും നല്ല ഡ്രസ്സൊക്കെ ഇട്ടാ അമ്മച്ചി വഴക്ക് പറയും. അമ്മച്ചി ഒന്നും പറയല്ല, ഞാനാ പറഞ്ഞിട്ടുണ്ട് വരാൻ. പേടിയാവുന്നു കുഞ്ഞെ. ആരൊന്നും പറയല അന്നക്കുട്ടി, ചെല്ല്. അന്നക്കുട്ടി, ഇത് ഇട്ടോണ്ട് പുറത്തിറങ്ങി നടക്കരുത്, ആരെങ്കിലും കൊത്തിക്കൊണ്ട് പോവേ. ഓ, ഈ ഷേർലി കുഞ്ഞിനെ കൊണ്ട് എനിക്ക് മേല. അയ്യോടാ, ഞാൻ വരുന്നതിന് മുമ്പ് അങ്ങ് തുടങ്ങിയോ? ചെറുപ്പക്കാരനാവാനുള്ള അപ്പച്ചന്റെ ഒരു ആവേശം കണ്ടില്ലേ? മുഖത്തൊക്കെ വെച്ച് തേച്ചോ? അയ്യേ അപ്പച്ച, അത് ഇവിടെയൊക്കെ ആയി. ഇനി ഉണ്ടോ, ഞാൻ തേച്ചുതരാം. കർത്താവേ, ധാര വന്നിരിക്കുന്നത് നോക്കിയട്ടപ്പച്ച. അയ്യോ കൊള്ളാവോ? കൊള്ളാവോന്നു? അപ്പച്ച വളരെ നന്നായിട്ടില്ലയോ? അയ്യോ, ഇതാരാത്? അന്നക്കുട്ടിയുടെ അനിയത്തിയോ? മനുഷ്യൻ ഇങ്ങനെ ഭംഗി വെക്കൂ? അന്നക്കുട്ടി ഇതൊന്ന് പിടിച്ചേ. ഇതെന്തോ പിടിച്ചേ, ഞാൻ ഇപ്പൊ വരാം. കുഞ്ഞെ, ഇതെന്തിനാ? നോക്കി നിന്നാ നിന്റെ മുഖത്തുനിന്ന് കണ്ണെടുക്കാൻ പറ്റില്ല. അമ്മച്ചും ചേച്ചിയൊക്കെ ഇവിടെ ഇരിക്കുവായിരുന്നോ? വേറെ ആരാ അവിടെ ഇരിക്കുന്നേ? വേറെ ആരാ? അല്ല, അപ്പച്ചന്റെ മുറി ഭയങ്കര ചിരിയും സംസാരമൊക്കെ കേൾക്കുന്നു. ചിരിയ സംസാരം? ആരാ? ഞാൻ പോയി നോക്കിട്ട് വരാം. അതെ, നീ പൊങ്ങാൻ വേണ്ടി പറയല്ല, നീ ആകെ കൂടി ഒതുങ്ങി ഒരു സുന്ദരിയായിട്ടുണ്ട്. സത്യം മുതലാളി? പിന്നെ ഈ രണ്ടടുത്ത് കൂടി ഞാൻ കണ്ടു. തലേമേ വരുതട്ടാ. എനിക്ക് ഈ മുണ്ടും ചട്ടിയെടുത്ത പിശാചുക്കളെ കാണുന്നതേ ഇഷ്ടല്ല. അയ്യോ, ഈ മുതലാളിയുടെ കാര്യം.
ഇതങ്ങനെ എലിക്കുട്ടി ഒന്ന് കണ്ടാ മതി, പിന്നെ തുടങ്ങില്ലേ ബഹളം. അതുകൊണ്ടല്ലേ അമ്മച്ചി ഇല്ലാത്ത തക്കം നോക്കി ഞാൻ ഇങ്ങോട്ട് വന്നത്. മുതലാളി, ദാ, നീ പോയിക്കോ പോയിക്കോ. അല്ല ഇനി കുറച്ചും കൂടെ ഉള്ളതാ ഇവിടെ. പോയിക്കോടി. ഇല്ല ഞാൻ ചെയ്തോളാം മുതലാളി. വേണ്ട, നീ പൊക്കോ. നിക്കടി. അമ്മച്ചി ഈ ഡ്രസ് എനിക്ക് ചേർച്ചയുണ്ടോ? എടി, നിന്നെ ആര് പറഞ്ഞു വേഷം കേട്ടെ? ഓ, പാവാടയും ബ്ലൗസ് ഇട്ട് കൊച്ചാകാൻ നോക്കുകയാണോ? ആരെ കാണിക്കാനാടി ഇപ്പഴേ അങ്ങോട്ട് എഴുന്നള്ളിയത്? അയ്യോ ഷേർലിക്കുഞ്ഞ് വന്നതാ. ഇത് ഇട്ടിട്ട് എനിക്ക് നല്ല ചേർച്ചയില്ലേ അമ്മച്ചി? ഓ, ചോർച്ച. മര്യാദയ്ക്ക് അടിച്ചിട്ട് വെച്ച് ചട്ടയും മുണ്ട് എടുത്ത് കൊടുത്തോണം. എടാ ഇത് നല്ല കൂട്ട്. മുതലാളി പറയുന്നത് ഇത് ഇടാൻ, അമ്മച്ചി പറയുന്നത് ചട്ടയും മുണ്ട് ഇടാൻ. ഞാൻ ആര് പറയണ കേൾക്കണം? എലിക്കുട്ടി, എലിക്കുട്ടി. അമ്മച്ചി ദേ അപ്പച്ചൻ കാപ്പ് പിടിക്കാൻ വന്നിരിക്കുന്നു. എലിക്കുട്ടി, ചേടാ ഇവിടെ എവിടെ പോയി? എന്നെ കണ്ടിട്ട് എന്തെങ്കിലും മാറ്റമുള്ളതായിട്ട് തോന്നുന്നുണ്ടോ? ഈയിടെയായിട്ട് ചില മാറ്റങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതെന്താണെന്ന് പറ. എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. ഇവൾക്കെന്താ ചെയ്താൻ കൂടിയോ? എലിക്കുട്ടി, നീ എന്റെ തലയിലേക്ക് ഒന്ന് നോക്കി. ഒരു വെളുത്ത തലമുടി കാണിച്ചു തരാമോ? ഒരു 4-5 കൊല്ലം മുമ്പേ ഡൈ ചെയ്യേണ്ടതായിരുന്നു. ഇപ്പോ നമ്മളൊരുമിച്ച് പുറത്തു പോയാലേ നീ എന്റെ അമ്മയാണെന്നേ ആൾക്കാര് പറയൂ. എന്നാ പിന്നെ മോളാകാൻ പ്രായമുള്ള ഒരെണ്ണത്തിനെ കെട്ടിക്കൊണ്ടുവാ. ഒരെണ്ണത്തിനെ കൊണ്ടുവന്ന് താ. അയ്യോ, നരച്ചപ്പോഴാ ഒരു മുതുകൂട്ട്. അതിനിപ്പോ എന്താ ഉണ്ടായി എവിടെ? എന്താ വേണ്ടേ? നിന്നിളിക്കാതെ കാര്യം പറ. റോയ്ക്ക് എന്താ എന്നോട് ഇത്ര ദേഷ്യം? എനിക്ക് തന്നോട് ഒരു ദേഷ്യമില്ല. വളരെ ശരിയാ. എന്ത് സൗമ്യമായിട്ടാ സംസാരിക്കുന്നേ. തന്റെ ഈ കളിയും ചിരിയും തമാശയും എന്റെ അടുത്ത് വേണ്ട. അതിന് വേറെ ആളെ നോക്കിയാ മതി. റോയുടെ പരിചയത്തിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? നോക്ക്, നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെട്ടപ്പോ താൻ എന്നോട് പറഞ്ഞു തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഓവർ സ്മാർട്ടാക്കാൻ ശ്രമിക്കരുത്. തനിക്ക് അല്പം ബുദ്ധിയുണ്ടെന്ന് കരുതി ബാക്കിയുള്ളവരെല്ലാം മണ്ടന്മാരാണെന്ന് കരുതരുത്. ഇത്രയൊക്കെ ഫ്രീഡം കാണിക്കാൻ ഇത് തന്റെ സ്വന്തം വീടാണെന്ന് കരുതിയോ? മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി കഴിയാമെങ്കിൽ മാത്രം ഇവിടെ നിന്നാ മതി. അല്ലെങ്കിൽ ഹോസ്റ്റലിലേക്ക് മടങ്ങി പോകുന്നതായിരിക്കും നല്ലത്. സ്നേഹമുള്ളവരോട് ഒരല്പം സ്വാതന്ത്ര്യത്തോടെ പെരുമാറിയാൽ അത് തെറ്റാവില്ലെന്ന് കരുതി എനിക്ക് തെറ്റുപറ്റി.